ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചക്കക്കുരു മുരിങ്ങയിലും വെച്ചിട്ടുള്ളൊരു നാടൻ കറിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഉണ്ടാക്കിയിട്ടെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് 25 ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഈ ഒരു ചക്കക്കുരു ഒന്ന് വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിലോളം ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്തിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. ചിലർ ഈ ഒരു തേങ്ങ അരക്കണേൽ ചെറിയുള്ളി നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ പക്ഷേ പച്ചത്തേങ്ങ മാത്രം അരച്ചിട്ടാണ് ഈ ഒരു കറി വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം പിന്നെ 4-5 ചെറിയുള്ളി കൂടെ ഇട്ടിട്ട് അരച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ചക്കക്കുരൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പകുതിയോളം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും ഉടച്ചു കൊടുക്കണ്ട, പകുതി മാത്രം ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ പിടി മുരിങ്ങയിലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മുരിങ്ങയിലൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മുരിങ്ങയില ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചക്കക്കുരൊക്കെ വേവിക്കുന്ന സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് കുറവായ പോലെ തോന്നി. അത് കാരണമാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിയിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു തേങ്ങ ഒഴിച്ച് കൊടുത്ത ശേഷം അതേ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കറിക്ക് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തേങ്ങ ഒക്കെ ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ ഒരുപാട് നേരിട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് എടുക്കുകയൊന്നും ചെയ്യരുത്. തേങ്ങ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നിങ്ങനെ പതഞ്ഞിട്ട് വരുന്ന വരെ നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. ഒരുപാട് നേരിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറിയൊക്കെ ആകെ ഇങ്ങനെ പിരിഞ്ഞു പോയ പോലെ തോന്നും. ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ കറി നന്നായിട്ട് തന്നെ ചൂടായിട്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പതഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ അടുപ്പിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്